എന്തായി? പണി നടന്നോ? പണി നടന്നില്ല. എന്റെ വരുമാനം വന്നില്ല. എത്ര നാളും കൂടി കിട്ടിയ പണിയാണ്. അത് നീ നശിപ്പിച്ചു. കയ്യിലാണ് കാശ് അറിയാമോ? കച്ചവടം പിടിച്ച കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞു. അന്ന് വിഷപ്പാ വലിയ കാര്യം. എന്റെ ജീവൻ ലഭിക്കാൻ പറ്റ പാട് എനിക്കല്ല. കൊട്ടേഷൻ പണിയാണെങ്കിലും എനിക്ക് ജീവനിൽ കൊതിയിലാണ്. അണ്ണൻ എനിക്കത് നല്ല പണിയാണ് പറഞ്ഞത്. അതിന് ഞാനെങ്ങനെയാണോ? അമിതാഭിന്റെ പൊക്കവും അമിതാന്റെ വളവും മനസ്സിന്റെ കൈവെട്ടാനാണ് അണ്ണൻ എന്നെ വിട്ടത്. ഈ എന്നെ വിട്ടത്. എടാ കൊട്ടേഷൻ ഫോണിൽ കൂടെ അല്ലേ എടുത്തത്? ആളെ ഞാൻ കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഏത് വെല്ലുവിളികളെ നേരിടാനും കൊട്ടേഷൻ നമ്പർ റെഡി ആയിരിക്കണം. അതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അണ്ണന്റെ ധൈര്യം ഞാൻ കുറച്ച് മുമ്പ് കണ്ടതാണ്. ഒന്നുമില്ല. എനിക്കങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അറിയാനെ ഈ കൊട്ടേഷൻ. അങ്ങനെ അങ്ങോട്ട് ചെന്നാൽ ഇയാൾ അങ്ങനെ അച്ചാർക്ക് കൊണ്ടുപോയി. ഇപ്പോൾ തന്നെ അണ്ണൻ അണ്ണന്റെ ആശാനെ പേടിച്ച് വിളിച്ചിരിക്കുവാൻ എല്ലാവരും ഇവിടെ പറഞ്ഞാൽ അറിയാം. ഞാനൊരു ആശാനെ പേടിച്ചിരിക്കാൻ ആരും പാല് വന്ന കൈക്ക് കടിക്കരുതല്ലോ. എന്നെ വളർത്തി വലിയൊരു കൂട്ടാക്കിയത് എന്നെ ആശാന. നിനക്കറിയാമോ ആ ആശാന്റെ കൊല? എന്താ ആശാനെ അത്രയും പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞു തീരുന്നില്ല. അതിന് മുന്നേ അല്ലേ ആ എംബോഗി ആ ഏമ്പക്കം പണി തന്നത്. പറഞ്ഞു തന്നത് ഞാനും ആശാനെ നേരിട്ട് കണ്ടാൽ പോകും. ആശാനെ ഞാൻ പാറ്റും. ആ കൊല അതായത് ആശാന്റെ ആ പ്രമാണം ഒഴിവാക്കാനല്ലേ ഞാനിവിടെ ഒഴിവ് താമസിക്കുന്നത്. വാളുകളുടെ കൈക്ക് വെട്ടരുതല്ലോ. അതൊക്കെ പോലെ അണ്ണൻ ഒന്നും കഴിക്കുന്നു പറഞ്ഞ് വെറുതെ അല്ല. ഒരു 5000 റിലീസ് ചെയ്തതിന് ആവശ്യമായിട്ട് ദേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ശിഷ്യനാണെന്ന് ഞാൻ പറഞ്ഞില്ല. മല പിച്ചേറ്റു ഇറങ്ങി വയറ് കഴിഞ്ഞിട്ടുള്ള ഏതൊക്കെ അങ്ങനെ 3 പ്രാവശ്യം വയറ്റിലൊന്നും ജലാതെ കാരണം ഞാൻ നടന്നു. യാത്രയോടെ ഇരുന്നു. അണ്ണ ഒരു കാര്യം പറഞ്ഞോ? പഴയ കൊലക്കെല്ലാം പോലീസ് വീണ്ടും അന്വേഷിക്കാൻ പോവാണെന്ന്. ചതിച്ചോ? അപ്പൊ എന്റെ പേരുള്ള കൊലക്കേസിൽ വന്നാണ്. ആശാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അതല്ല, വാഴത്തലപ്പെട്ട കേസിലാണല്ലോ ഞാൻ അകത്ത് പോയത് ആദ്യമായിട്ട്. അണ്ണനെന്തിനാ പേടിക്കുന്നേ? അണ്ണന് രാഷ്ട്രീയ നേതാക്കളായിട്ടൊക്കെ നല്ല പിടിപാടല്ലേ ഉള്ളത്. എടാ നമ്മുടെ ക്ലൈന്റായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അടുത്തായിട്ട് ഓരോ ചെല്ലുന്നവരെ ബാക്കിയുള്ളവർ അടുത്ത് പോകാൻ മതിയായിരുന്നു. അവരെ ആരും അവർക്ക് തന്നെ അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെയ്തിരുന്നു. അപ്പോ പിന്നെ പട്ടിണിയാണെങ്കിൽ ഇവിടെ തന്നെ വിളിച്ചിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കച്ചവടം കഴിച്ച് കഴിയാലോ. അണ്ണാ കയ്യിൽ കാശൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പോയാൽ പണി കഴിയുവേ. എന്നാ ചെയ്യാനാണ്? പഴയ പണിയൊന്നും വരുന്നില്ല. പണിയൊന്നും വരുന്നില്ല. അങ്ങനെ എന്റെ ഭാവി നശിപ്പിച്ചത്. അതല്ലാണ് നീ അങ്ങനെ പറയുന്നത്. സ്റ്റുഡന്റ് വിസായി ഇംഗ്ലണ്ടിൽ പോയി രക്ഷപ്പെടാന്ന് പറഞ്ഞിരുന്നതാ. അന്നേരമല്ലേ അങ്ങനെ പറഞ്ഞ രീതിയിലാണ് കൂടുതൽ സ്കോപ്പെന്ന്. എന്നിട്ട് പിടിക്കുന്നത് തന്നെയായി. സ്റ്റുഡന്റ് വിസ പോയതല്ല, അതിന്റെ ചെലവ് തിരിച്ചു പിടിക്കാൻ ഈ പണിക്ക് തന്നെ ഇറങ്ങി വന്നത്. ഇതിപ്പോ അപ്പൊ നേരത്തെ അത്രേ എത്ര പണി കിട്ടിക്കൊണ്ടിരുന്നത്. ആശാനമായി പിന്നീടാ പ്രശ്നമായത്. അണ്ണാ ശരിക്കും അമ്മനും ആശാനും തമ്മിൽ എന്താ? ആ ഒരു മെഗാ സീരിയലാണ് മോനെ. ഞാനും ആശാനും കൂടി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൈവട്ടം ഗവൺമെന്റിലോട്ടാണ് ഏതാണ്ട് പറയാനുള്ളത്. ഒരു സൗകര്യം കിട്ടുന്നത് ചുറ്റും പ്രവർത്തനം ഒന്നും പറയണം. പകൽ മുഴുവൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അയാളെ പറയാനുള്ളത്. എനിക്കാണ് കണ്ണു കാണാൻ പണി നടന്നില്ലല്ലേ? പണി നടന്നു. അതല്ലേ പണിയായിപ്പോയത്. എന്ത് പറ്റിയാണ്? അവസാനം പാടുകൾ കേരളത്തിലാണ് ഒത്തുകിട്ടിയത്. ആശാൻ ഭക്തനായിട്ട് പറഞ്ഞത് ഞാൻ കിട്ടും. പക്ഷേ ആൾ മാറി ആശാന്റെ കാലത്ത് വിശന്നിട്ട് കണ്ടു കാണാൻ പറ്റാതെ നിൽക്കുമ്പോ ആശാനാണോ നേതാവാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. എന്നിട്ടോ ആശാൻ പറയുന്നത് ഞാൻ മറ്റാഗ്രഹം കഴിക്കുന്ന ആശയമാണ് മനഃപൂർവ്വം ആശാനെ വെച്ചിരിക്കണം. എന്താണ് ചെയ്യുക? അണ്ണൻ സൂക്ഷിക്കണം. അണ്ണന്റെ ആശാൻ എന്റെ രീതിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ സത്യം. ഇതുപോലെ ആചാരപ്പാടുള്ള മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ വേണ്ടത് എന്താ? അണ്ണന്റെ ആശാൻ പുറത്തു വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, വാങ്ങിച്ചോട്ടെ. ഈ എനിക്ക് പുറത്തു വന്നതല്ലേ?
ഞാൻ നിന്നോട് ക്ഷണിച്ചിരിക്കുന്നു. ക്ഷമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വഴിവാണെന്ന് വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നീ ഭയപ്പെടണം. ഇതെന്ത് വയ്ക്കണം നിനക്ക്? എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ആ പ്രമുഖനെ കുറിച്ചിരുന്ന പോകുന്നേ ഇന്നത്തെ ഉണങ്ങിയിരിക്കുന്നു. നിനക്ക് എന്ത് പറ്റിയതാ? ഒന്ന് നടത്തുവാണ് ഞാൻ ഉദയിപ്പിച്ചത് തന്നെ. എനിക്കറിയത്തില്ലോടാ നിന്റെ വിഷമം. അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കൊണ്ടുവന്നത് അകത്ത് പോയി കഴിച്ചിട്ട് പോകണം. ചെല്ല പോയി കഴിച്ചിട്ട് പോകണം. ശരി